അപ്പോൾ ഇന്ന് എന്നോട് കൂടെ ഉള്ളത് മഞ്ചേരി NDA സ്ഥാനാർത്ഥി ശ്രീമതി പത്മശ്രീ അജിത്താണ്. മാഡം നമസ്കാരം. അപ്പോൾ ഒരു UDF-ന്റെ ഒരു കുത്തക മണ്ഡലമാണ്. അപ്പൊ ഇവിടെ മാറ്റം വരണമെന്ന് ജനങ്ങളും താങ്കളും ആഗ്രഹിക്കുന്നു. അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരി എന്ന് പറയുന്നത് മലപ്പുറത്തിന്റെ ഒരു വാണിജ്യ നഗരമാണ്. പക്ഷെ ഇവിടെ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസനവും മഞ്ചേരിയിൽ നടന്നിട്ടില്ല. അത് നമുക്ക് മഞ്ചേരിയിൽ വന്ന് നോക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാവുന്ന കാര്യമാണ്. മഞ്ചേരി ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് തന്നെ നമ്മുടെ തൊട്ടു പുറകിൽ മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വളരെ ദാരുണമായ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് പോലും ഇല്ല. വേണ്ട രീതിയിൽ സജ്ജീകരിക്കാവുന്ന ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളും, അതായത് ആധുനിക ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ ബിൽഡിങ്ങിലാണ് ഇപ്പോഴും ഇവിടെ അമ്മമാരെയും, അതായത് പ്രസവം കഴിഞ്ഞ് മാറ്റുന്ന അമ്മമാരെയും കുട്ടികളെയും താമസിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളിലൂടെ നടപ്പിലാക്കാവുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ നടപ്പിലാക്കാവുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച്, കാരണം ഇതൊന്നും നടത്താൻ ഇവിടെ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെയുള്ള ചുറ്റുമുള്ള ഭൂമികൾ ഏറ്റെടുത്ത് ബിൽഡിങ്ങുകൾ പണിത്, പക്ഷെ അതൊന്നും നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലാണ്. കാരണം ഇതെല്ലാം ഇവിടെ വലിയ രീതിയിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെയാണ് മഞ്ചേരിയിലെ റോഡുകൾ വളരെ മോശമായിട്ടുള്ള, അതായത് ഒരു രീതിയിലും പ്ലാൻ ചെയ്യാതെ, ഒരു രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടി ഉള്ള ഒരു നഗരമല്ല, അല്ലെങ്കിൽ ഒരു ടൗൺ അല്ല മഞ്ചേരി എന്ന് പറയുന്നത്. മഞ്ചേരിയിൽ മണിക്കൂറുകളോളാണ് നമ്മൾ റോഡുകളിൽ ട്രാഫിക് വന്ന് റോഡുകളിൽ സമയം ചിലവാക്കുന്നത്. അതുപോലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇവിടെ ഒരു രീതിയിലെ കെയർ ഹോമുകളോ അല്ലെങ്കിൽ ആശുപത്രിയിലാണെങ്കിലും അതിനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം, മാലിന്യ പ്രശ്നം, മഞ്ചേരിയിലെ പല ഭാഗങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാവുന്നതാണ് മാലിന്യ പ്രശ്നങ്ങളാണ്. പല ഭാഗങ്ങളും മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടുത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇറങ്ങി സമരം ചെയ്യേണ്ട അവസ്ഥ. കുടിവെള്ള പ്രശ്നം, ഇവിടുത്തെ കൗൺസിലർമാരാണ് മുന്നിൽ ഇറങ്ങി സമരം ചെയ്യേണ്ട അവസ്ഥ. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് മഞ്ചേരിയിലുള്ളത്. ഇതെല്ലാം തന്നെ നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു വികസനം ആദ്യം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് മഞ്ചേരിയിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. നമ്മളെ വിഷൻ അതാണ്. മാറാത്തത് മാറും, വികസിത കേരളം എന്നാണല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ശുഭപ്രതീക്ഷയിലാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും താങ്ക് യു സോ മച്ച്.